നേരെ മോളിൽ നിറഞ്ഞാൽ മതി. இந்த அளவுக்கு ஹைட்ல இருந்து போட்டாலுமே பெருசா ഉടയാതെ 6 ചെങ്കല്ലാണ് നമ്മളുടെ ഒരു ബ്രിക്സിന്റെ സൈസ് വരുന്നത്. 5 6 ചെങ്കല്ല് 1 മാസത്തിൽ കൂടുതലായിട്ട് ഇട്ട് വെച്ച കല്ലാണ്. ഒരു മാസമാ തനിക്കുള്ള ആദ്യമായിട്ട് നമുക്ക് ആണിയടിക്കാം. ആണിയടിച്ചാൽ ഇതിൽ അങ്ങനെ ഫിക്സ് ആയിരിക്കും. ഇതിൽ വണ്ടി കയറ്റിയാൽ ഇതിൽ വേറെ ഒന്നും സംഭവിക്കില്ല. ചെറിയ രീതിയിലാണ് ഇതിൽ വെള്ളം വലിച്ചെടുക്കുള്ളൂ. ഇതുപോലെ നമുക്ക് നീറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നേരെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളത് നേരെ ഇതിന് മുകളിലേക്ക് നടന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല. இன்னைக்கு நம்ம கேரளால பாலக்காடுல இந்த மாதிரி கேரளா பிரிக்ஸை மேனுஃபேக்சர் பண்ணக்கூடிய ஒரு மேனுஃபேக்சரிங் யூனிட் தான் வந்திருக்கும். ஸோ இங்க வந்து பாத்தீங்க அப்படின்னா மட் பிரிக் அப்படின்றத ஃபுல் அண்ட் ஃபுல் மேனுஃபேக்சர் பண்ணி வந்து கொடுத்துட்டு இருக்காங்க. நார்மலா நம்ம வீடு கட்டுறோம் அப்படின்னா செங்கலுக்கு வந்து ஒரு முக்கியத்துவம் வந்து இருக்கும். ஸோ அது மட்டும் இல்லாமல் இப்போ மார்க்கெட்ல நிறைய கற்கள் வந்து இருக்கு. ஸோ அதில் வந்து செலக்டிவா மேக்ஸிமம் மக்கள் வந்து யூஸ் பண்றது வந்து ரெட் பிரிக் தான். அதுக்கு ஒரு முக்கியமான காரணம் என்ன அப்படின்னா அந்த குளிர்ச்சி தன்மை அது கொடுக்கறதுனால. ஸோ அதே ப்ராப்பர்ட்டி வந்து பாத்தீங்க அப்படின்னா இந்த பிரிக்லயும் இருக்கு அப்படின்ற மாதிரி சொல்றாங்க. இன்னும் சொல்ல போனா அதை விட இதோட ஸ்ட்ரென்த் வைஸ் வந்து அதிகமா இருக்கும் அப்படின்ற மாதிரி சொல்றாங்க. காஸ்ட் வைஸ் வந்து ரொம்பவே கம்மி அப்படின்ற மாதிரி சொல்றாங்க. ஸோ எல்லாத்தையுமே இந்த வீடியோல வந்து டீட்டெயிலாக வந்து பார்க்க போறோம். ஸோ நீங்க இப்போ புதுசா வீடு கட்ட போறீங்க, இல்லை கட்டிட்டு இருக்கீங்க அப்படின்னா, இல்லைன்னா ஒரு இன்ஜினியர் இருக்கீங்க, ஒரு ஆர்கிடெக்டா இருக்கீங்க அப்படின்னா கண்டிப்பா இந்த வீடியோ வந்து உங்களுக்கு ரொம்பவே யூஸ்ஃபுல்லா இருக்கும். ஸோ கடைசி வரைக்கும் ஸ்கிப் பண்ணாம பாருங்க. வாங்க வீடியோக்குள்ள போகலாம். பிரிக் வந்து நம்ம மேக் பண்ணோம் அப்படின்னா என்ன ப்ராசஸ்ன்னு சொல்றீங்களா? ഇത് ഫസ്റ്റ് വന്നിട്ട് നമ്മള് ബ്രിക്സ് നമ്മൾ ഉണ്ടാക്കുന്നതിന് വന്നിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ലാറ്ററൈറ്റ് മണ്ണാണ്. இந்த மண்ணு பேர் வந்து ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് ഇത് കേരളയില് സ്പെഷ്യലായി കിട്ടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇതിന്റെ പ്രോപ്പർട്ടി அப்படி என்ன ஸ்பெஷல் இருக்கு இந்த மண்ணில்? ഈ മണ്ണിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് മണ്ണ് വന്നിട്ട് നല്ല പശിമയായിരിക്കും. நல்ல grip-ஆ இருக்கும். നല്ല ഗ്രിപ്പായിരിക്കും. അപ്പൊ കല്ല് വന്നിട്ട് നല്ല സ്ട്രെങ്ത് കിട്ടും. ஓகே. நார்மலா இப்ப ரெட் பிரிக்கோட இதோட ஸ்ட்ரென்த் வைஸ் வந்து அதிகமா இருக்கும்ன்றீங்க. റെഡ് ബ്രിക്കോട് സ്ട്രെങ്ത് വൈസ് അധികമായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ലാറ്ററൈറ്റ് മണ്ണ് നമ്മൾ പൊടിച്ചിട്ടാണ് ഇത് നമ്മള് പ്രോസസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ இந்த മണ്ണ് എടുത്ത് നമ്മൾ வந்து ഗ്രൈൻഡ് பண்ணிடுவோம் ഫുള്ളா. ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മണ്ണ് നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും. ഓക്കെ. സോ അപ്പൊ അത് പൊടിഞ്ഞதுக்கு அப்புறம் என்ன பண்ணுவீங்க? അതിന് ശേഷമാണ് നമ്മള് മണ്ണും നമ്മൾ ഈ പൊടിച്ച മണ്ണും സിമെന്റും കൂടെ ചേർത്ത് നേരെ നമ്മള് മിക്സി മെഷീനിലേക്കാണ്. മിക്സി മെഷീനില് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കും. ഓക്കെ. ഇപ്പൊ മണ്ണും സിമെന്റും மட்டும் தான் ആഡ് பண்ணுவாங்க, വേറെ എക്സ്ട്രാ ആഡ് പண்றது கிடையாது? ഇല്ല, മണ്ണും സിമെന്റും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മണ്ണിന് വളരെ സ്പെഷ്യാലിറ്റി വേണം. അതായത് മണ്ണ് വന്നിട്ട് ലാറ്ററൈറ്റ് മണ്ണ് തന്നെ ആയിരിക്കണം. ലാറ്ററൈറ്റ് മണ്ണാണെങ്കിൽ മാത്രമാണ് കല്ലിന് നല്ല സ്ട്രെങ്ത് കിട്ടുള്ളൂ. ഓക്കെ. സോ ഇപ്പൊ മണ്ണും സിമെന്റും போடுறீங்க, அது என்ன ரேஷியோல ആഡ് பண்ணுவீங்க? ഇത് വന്നിട്ട് ഒരു കല്ലിന് വന്നിട്ട് നമ്മള് 1/400 ഗ്രാം സിമെന്റ് ആണ് ഒരു കല്ലിൽ മിക്സ് ആക്കുന്നത്. സിമെന്റ് റേഷ്യോയില്. അപ്പൊ മാക്സിമം ഇത് സിമെന്റ് നമ്മൾ ഇത് കല്ലുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് 10 ദിവസം വെള്ളം നനയ്ക്കും സിമെന്റ് സെറ്റ് ആവാൻ വേണ്ടിട്ട്. ഓക്കെ. ஸோ அது ஃபுல்லாக தண்ணி ஊற்றி நல்லா மிக்ஸ் பண்ணிடுவீங்க. தண்ணி ஊற்றி ஃபுல்லாയിട്ട് மிக்ஸ் ചെയ്തതിന് ശേഷമാണ് നമ്മൾ കല്ലടിക്കുന്നത്. ഓക്കെ. സോ കല്ല് வந்து எப்படி ഹൈഡ്രോളിക് പ്രസ്സിലേ வந்துருமா? ഹൈഡ്രോളിക് പ്രസ്സിലാണ് നമ്മൾ കല്ലടിക്കുന്നത്. ഓക്കെ. ഹൈഡ്രോളിക് പ്രസ് വന്നിട്ട് നമ്മൾ 40 ടണ്ണാണ് ഇതിന്റെ പ്രസ്സിംഗ് ലോഡ് വരുന്നത്. അപ്പൊ 40 ടൺ. 40 ടണ്ണ്. വൺ സൈഡ് 40 ടണ്ണ്, രണ്ട് സൈഡ് വൺ സൈഡ് 40 ടണ്ണ്, ഡബിൾ സൈഡ് പ്രസ്സിംഗ് ലോഡാണ്. മേലെയും പ്രസ്സും കീഴെയും പ്രസ്സും ടോട്ടൽ ഒരു 80 ടൺ. 80 ടൺ വരുത്. അപ്പോ മാക്സിമം നല്ല കല്ലിന് നല്ല സ്ട്രെങ്ത് കിട്ടും. 7 Nm² വരെ നമുക്ക് കല്ലിന് സ്ട്രെങ്ത് കിട്ടും. ഒരു കല്ലോட സ്ട്രെങ്ത് அந்த அளவுக்கு வருது. ആ ഒരു ലെവൽ വരെ നമുക്ക് ഇത് കിട്ടും. என்ன ப்ராசஸ் நடக்குது ചേട്ടാ? ഇത് വന്നിട്ട് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഈ പൊടിച്ച മണ്ണ് നേരെ നമ്മൾ പാൻ മിക്സിംഗ് മെഷീനിലാണ് കൊട്ടുന്നത്. ഓക്കെ. പാൻ മിക്സിംഗ് മെഷീനിൽ നമ്മൾ സിമെന്റും മണ്ണും നല്ല രീതിയിൽ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിനു ശേഷം വെള്ളം നല്ല രീതിയിൽ നനയ്ക്കും. ഒരു പുട്ട് പരുവത്തിലാണ് വെള്ളം നനയ്ക്കുന്നത്. ഓക്കെ. സോ അതുക്കാണ് റേഷ്യോയിലാണ് നമ്മൾ തണ്ണി ചെറിയ രീതിയിൽ വെള്ളം നനയ്ക്കും. വെള്ളം നനച്ചതിന് ശേഷം നമ്മൾ നേരെ പിന്നെ ഹൈഡ്രോളിക് പ്രസ്സിലേക്കാണ് പിന്നെ ഈ മിക്സ് ചെയ്ത സാധനം വരുന്നത്. ഹൈഡ്രോളിക് പ്രസ് ഇവിടെയാണ് ഹൈഡ്രോളിക് പ്രസ് വരുന്നത്. അതായത് ഡെപ്ത് വന്നിട്ട് 24 ഇഞ്ചാണ്. ഓക്കെ. 24 ഇഞ്ചിന് നമ്മൾ 2 ഭാഗത്ത് പ്രഷർ കൊടുത്തിട്ട് 12 ഇഞ്ചിലേക്ക് കുറയ്ക്കണം. ஓகே. சோ இந்த மாதிரி தான் கல்லு வெளிய வரும் அப்பதான். അതെ അതെ അതെ. ஓகே. சூப்பர். ஹைட்ராலிக் பிரஸ் முடிஞ்சு கல்லு வெளிய வரும். കല്ല് വെളിയിലേക്ക് വരും. சூப்பர். അതായത് 24 ഇഞ്ചിന് നേരെ 12 ഇഞ്ചായിട്ട് കുറയ്ക്കണം. ஓகே. சோ இப்போ இதெல்லாம் வந்து இப்போ ஹைட்ராலிக் பிரஸ் ஆகி ரெடியான கல்லு. അതെ. ഇത് നേരെ 12 ഇഞ്ചായിട്ട് ഇത് കുറയും. പിന്നെ അതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ കല്ല് നേരെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളത് നേരെ ഇതിന് മുകളിലേക്ക് നടന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല. மேலே ஏறி நடந்தாலும் ஒன்றும் ആവില്ല. இப்பதான் ரெடி ஆனது. റെഡി ആയത് കല്ല്. இதோட ஸ்ட்ரென்த் வைஸ் எப்படிங்க இருக்கும்? വേണമെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ നിറഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നേരെ മുകളിൽ നിറഞ്ഞാൽ മതി. ഓക്കെ. സോ இந்த அளவுக்கு ഹൈറ്റിൽ നിന്ന് പോട്ടാലുമേ പെരുസാ ഉടയാതെ. ഇതല്ലേ എവിടെയും ഉടഞ്ഞിട്ടില്ല. ഇത് വന്നിട്ട് നമ്മൾ 6 ചെങ്കലാണ് നമ്മളുടെ ഒരു എം ബ്ലോക്കിന്റെ സൈസ് വരുന്നത്. 6 സിംഗിൾ ചേർന്നാൽ നമ്മൾ ഒരു എം ബ്ലോക്ക് വരും. അത് 6 ചെങ്കല്. 1 2 3 ഓക്കെ 4
5 6 ചെങ്കല്ലാണ് നമ്മൾ വരുന്നത്. 6 ചെങ്കലിനെയും വെച്ച് അളവ് കൂടുതലാണ് നമ്മുടെ അതിലേയുമേ 1 ഇഞ്ച് ഗ്യാപ്പ് ഇருக்கு. അപ്പോൾ സാധാരണ നമ്മൾ 6 ചെങ്കലിന്റെ പ്രൈസ് വന്നിട്ട് ഒരു അവിടെ 10 റുപ്പീസ് ആണെങ്കിൽ ഒരു പീസിന് വന്നിട്ട് 10 റുപ്പീസ് ആണെങ്കിൽ ഇത് 6 ചെങ്കൽ വെക്കുമ്പോൾ 60 രൂപയായില്ല. കണ്ടിപ്പാ 60 രൂപ വരും. 60 രൂപ വരും. 60 രൂപ ഇത് അഡീഷണൽ ആണത്. പിന്നെ എക്സ്ട്രാ അത് നിൽക്കുന്നുണ്ടല്ലേ. കണ്ടിപ്പാ 1 ഇഞ്ച് കൂടുതലാണ് 6 ഇഞ്ച് കല്ല്. இப்போ நம்ம brick வந்து ஒரு brick வந்து என்ன காஸ்ட்க்கு கொடுக்குறோம்? ഇത് വന്നിട്ട് 36 രൂപയ്ക്കാണ് നമ്മൾ ഒരു ബ്രിക്ക് ഇവിടെ നിന്ന് കയറ്റി വിടുന്നത്. വെറും 36 രൂപ தான். 36 രൂപയേ ഉള്ളൂ. ஓகே. இப்போ கல்லு 60 ரூபா நம்ம வச்சா கூட ஒரு 24 ரூபா மிச்சமாகுது. മിച്ചമാകുது. இப்போ இது வந்து நான் சைட்டுக்கு நான் யூஸ் பண்றேன் அப்படின்ற போது எப்படி யூசர் ஃப்ரெண்ட்லியா இருக்குமா? ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വന്നിട്ട് 6 ചെങ്കൽ വെച്ച് മെറ്റീരിയൽ കോസ്റ്റും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അത് മേസരി പെട്ടെന്ന് നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റും. இந்த 6 செங்கல் ஒரு மேஸ்திரி கட்டற டைம்ல ஒரு கல் வச்சா முடிஞ்சு. പെട്ടെന്ന് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വർക്ക് നടക്കും. ഓക്കെ. സോ കൺസ്ട്രക്ഷൻ ടൈം வந்து കുറയുன்றீங்க. കൺസ്ട്രക്ഷൻ വർക്ക് ടൈം കുറയും. പിന്നെ അതുപോലെ മെറ്റീരിയൽ കോസ്റ്റും വ്യത്യാസം വരും. മെറ്റീരിയൽ കോസ്റ്റ് ഓക്കെ. സോ இப்போ நான் സൈറ്റിൽ യൂസ് பண்றேன்னா ഇത് எப்படி எனக்கு യൂസർ ഫ്രണ്ട്ലിயா இருக்குமா? ഇത് വന്നിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ ചെയ്യാം. നമുക്ക് അല്ലെങ്കിൽ പുട്ടി വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കല്ല് നമുക്ക് എങ്ങനെ ഫിനിഷ് മറ്റേ പോളിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇത് മേലെ ടൈൽസ് പതിക്കണമെങ്കിൽ പതിക്കാം. ടൈൽസ് പതിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ടൈൽസ് പതിക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ ഈ കല്ലിന് നമുക്ക് 8 ഓറഞ്ച് വേണമെങ്കിൽ നമുക്ക് ഗ്യാപ്പിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. 4 ഭാഗത്തും ഒരേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് 4 ഭാഗത്തും ഒരേപോലെ അടിച്ച് കട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ. இந்த 1 இன்ச் வேணா கூட நம்ம கட் பண்ணிக்கலாம். നമുക്ക് 1 ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റും. ഓ. ഓ സൂപ്പർനെ. ഇതുപോലെ നീറ്റാ കട്ട് பண்ணி എടുത്തോ. ഇതുപോലെ നമുക്ക് നീറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതുപോലെ നമുക്ക് ക്രോസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. രണ്ട് രീതിയിലും കട്ട് ചെയ്യാം. எப்படி வேணா നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ടും കട്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഇങ്ങനെയും ക്രോസ് ആയി കട്ട് ചെയ്യാം. நம்ம தண்ணியில போட்டாலுமே பெருசா தண்ணியை அப்சர்வ் பண்ணாது அப்படிதானங்க? ഇല്ല, ഇത് വന്നിട്ട് നമ്മൾ 1 മാസത്തിൽ കൂടുതലായിട്ട് ഇട്ട് വെച്ച കല്ലാണത്. ഓ 1 മാസമാ തണ്ണിക്കുള്ള ഇருக்கு. അത് 1 മാസത്തിൽ കൂടുതലായിട്ട് എടുത്തു വെച്ച കല്ല്. ആണി അടിക്കുന്നത് ഈസി താണங்களா? ഈസി ആയിട്ട് നമുക്ക് ആണി അടിക്കാൻ പറ്റും. മാക്സിമം നന്നായിട്ട്. ஓ இந்த அளவுக்கு ஈஸியா நம்ம செங்கல் அடிக்கிற மாதிரி ஈஸியா ஆணியும் அடிச்சுக்கலாம். ஈஸியா ஆணி அடிக்கலாம். ஒரு கல்லு ரெடி ஆனதுக்கு அப்புறம் என்னென்ன ப்ராசஸ் ചേട്ടാ இருக்கு? കല്ല് നമ്മൾ ആദ്യം കല്ല് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഹൈഡ്രോളിക് പ്രൊസസ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം നമ്മൾ കല്ല് ഇതുപോലെ അട്ടിയിട്ട് വെക്കും. ഓ അട്ടി പോട്ട് വെച്ചിട്ട് അട്ടി പോട്ട് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് 10 ദിവസം ഫുള്ളായിട്ട് ഇതുപോലെ വെള്ളം നനയ്ക്കും. എതുക്ക് ഇത് തണ്ണി ഊത്തണം? ഇത് സിമെന്റ് കറക്റ്റ് നമ്മൾ ക്യൂറിംഗ് ആണെങ്കിൽ വെള്ളം നല്ല രീതിയിൽ നനയ്ക്കണം. 10 ദിവസം ഫുള്ളായിട്ട് വെള്ളം നനയ്ക്കും. ക്യൂറിംഗ് നമ്മൾ ഇങ്ങനെ പண்றோம். ഇവിടെ തന്നെ എவ்வளவு നാൾ ക്യൂറിംഗ് பண்ணுவீங்க? 10 ദിവസം ഫുള്ളായിട്ട് വെള്ളം നനച്ചതിന് ശേഷം 10 ദിവസം ഡ്രൈ ആകാൻ വിടും. എന്നിട്ട് പിന്നെ 20 ദിവസത്തിന് ശേഷമാണ് നമ്മൾ കല്ല് കയറ്റി വിടുന്നത്. ஓ ஒரு 10 நாள் வந்து கியூரிங் பண்ணிட்டு 10 நாள் ட்ரை ஆக விட்டுட்டு அதுக்கப்புறமா கஸ்டமருக்கு கொடுக்கும். ஓ அதனால தான் இந்த அளவுக்கு ஸ்ட்ரென்த் கிடைக்குது. അതിന് ശേഷമാണ് നമുക്ക് ഇത് കിട്ടുള്ളൂ. இப்போ என் பின்னாடி இருக்கிற இந்த வீடு ஃபுல்லாவே வந்து பாத்தீங்க அப்படின்னா மட் பிரிக் வச்சு தான் வந்து கன்ஸ்ட்ரக்ட் பண்ணிருக்காங்க. ஸோ இதில் என்ன ஹைலைட் அப்படின்னா நம்ம டேரக்டா இப்படி பிளாஸ்டிங் பண்ணணும் அப்படினாலும் பண்ணிக்கலாம். இல்லைனா இந்த மாதிரி டேரக்டா நீங்க பெயிண்ட் அடிச்சாலுமே இதோட லுக் வந்து இந்த மாதிரி தான் இருக்கும். ஸோ லுக் வைஸ் மட்டும் கிடையாது, இது வந்து பாத்தீங்க அப்படின்னா ஸ்ட்ரென்த் வைஸும் பிரிக்கை கம்பேர் பண்ணும்போது டபுள் மடங்கா இருக்கு அப்படின்ற மாதிரி சொல்றாங்க. அதே மாதிரி வீடு ஃபுல்லாவே வந்து கூலிங்கா இருக்கும் அப்படின்ற மாதிரி சொல்றாங்க. ஸோ இந்த வீடியோ வந்து கடைசி வரைக்கும் பார்த்துருப்பீங்க அப்படின்னு சொல்லி நினைக்கிறேன். ஸோ எப்படி இந்த மட் பிரிக் வந்து மேனுஃபேக்சர் பண்ணி எடுக்கிறாங்க அப்படின்றத ஃபுல் அண்ட் ஃபுல் டீட்டெயிலாக வந்து சார் வந்து எக்ஸ்பிளைன் பண்ணியிருந்தாங்க. ஃபர்ஸ்ட் ஆஃப் ஆல் வணக்கம் சார். വണക്കം. நம்ம പേര് நம்ம കമ്പനി നെയിം சொல்லிருங்க. VM ബ്രിക്ക് പാലക്കാട് ജില്ല ആലത്തൂരിൽ കുനിശ്ശേരിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഡയറക്റ്റ് വിസിറ്റ് பண்ணி கூட நம்ம ഇത് ബ്രിക്സ് வந்து വാങ്ങിக்கலாம். ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് മേടിക്കാം. യൂട്യൂബിൽ ബുക്ക് ചെയ്തിട്ടും മേടിക്കാം. ஓகே. ஸோ இப்போ வந்து ஒரு நாளைக்கு வந்து நம்ம எவ்வளோ பிரிக்குங்க மேனுஃபேக்சர் பண்ணுறோம்? ഒരു നാளைக்கு 2000 ബ്രിക്ക് നമ്മൾ ரெடி பண்ணி தரும். ஓகே. இப்போ நிறைய பேர் வந்து வீடு கட்டிட்டு இருப்பாங்க. ஸோ அவங்க வீட்டுக்கு வந்து இந்த கல் நம்ம யூஸ் பண்ணணும்னு நினைக்கிறீங்க அப்படின்னா எவ்வளோ நாளுக்கு முன்னாடி உங்களுக்கு ஆர்டர் கொடுக்கணும்? நம்மளுக்கு ஒரு 10 நாளுக்கு முன்னாடி ஆர்டர் தந்து அட்வான்ஸ் போட்டுட்டா ஓகே நீங்கள் டெலிவரி பண்ணி எல்லா ஊருக்குமே நம்ம அனுப்ப முடியுங்களா? 10 நாளுக்குள்ள எல்லா ஊர்லேயும். இப்போ நம்ம கேரளா பாலக்காடுலேருந்து வீடியோ எடுக்கிறோம். இப்போ நம்ம வீடியோ வந்து மதுரை, சென்னை, சேலம் எல்லா டிஸ்ட்ரிக்ட்லேருந்து பார்ப்பாங்க. ஸோ எல்லா டிஸ்ட்ரிக்ட்டுமே நம்ம இதை சப்ளை பண்ண முடியுங்களா? எல்லா டிஸ்ட்ரிக்ட்லேயும் சப்ளை பண்ணலாம். ஓகே. ஸோ நீங்கள் வந்து இந்த பிரிக் வந்து ஃபுல் அண்ட் ஃபுல் டீட்டெயிலாக வந்து பார்த்துருப்பீங்க. உங்களுக்கு வேறு ஏதாவது டவுட் இருக்குன்னா மறக்காம கமெண்ட் செக்ஷனில் வந்து கமெண்ட் பண்ணுங்கள். ஸோ உங்கள் வீட்டுக்கு இந்த மாதிரி கற்கள்லாம் நீங்கள் யூஸ் பண்ணணும்னு நினைக்கிறீங்க அப்படின்னா பிரதருடைய காண்டாக்ட் நம்பர், உங்களுடைய லொக்கேஷன் எல்லாம் வந்து டிஸ்கிரிப்ஷன் வந்து கொடுத்துருவோம். மறக்காம செக் பண்ணி பாருங்கள். ஸோ இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிச்சிருக்கும்னு நினைக்கிறேன். இந்த வீடியோ உங்களுக்கு பிடிச்சிருந்துச்சுன்னா லைக் பண்ணுங்கள். இப்போ ஃப்ரெண்ட்ஸ் லேடிஸ் யாராவது புதுசாக வீடு கட்டுறாங்க, வீடு கட்ட போகிறாங்க அப்படின்னா அவங்க எல்லாத்துக்கும் மறக்காம இந்த வீடியோ வந்து ஷேர் பண்ணுங்கள். இதே மாதிரி ஒரு நல்ல வீடியோ பார்க்கலாம்.